നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വികസന വിഷയമാണ്. മറ്റൊന്നുമല്ല, കാരിക്കോട് സ്ഥിതി ചെയ്യുന്ന സബ് രജിസ്ട്രാർ ഓഫീസിന്റെ സ്ഥാന ചലനം സംബന്ധിച്ചാണ്. ഈ ഓഫീസ് കരിമണ്ണൂരിലേക്ക് മാറ്റി സ്ഥാപിക്കണം എന്നാണ് നിരവധി സംഘടനകളുടെയും ബഹുജനങ്ങളുടെ എല്ലാം ആവശ്യം. ഇതിന് കാരണഭൂതമായി പറയുന്നത് ഈ സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പരിധിയിൽ വരുന്ന വില്ലേജുകൾ എടുത്താലും പഞ്ചായത്തുകൾ എടുത്താലും അതിന്റെ മധ്യഭാഗത്താണ് കരിമണ്ണൂർ എന്ന ഭൂപ്രദേശം എന്നതാണ് ഈ വാദത്തിന് അടിസ്ഥാനപരമായുള്ള കാരണം. കരിമണ്ണൂര്, ഉടുമ്പന്നൂര്, കോടിക്കുളം, വണ്ണപ്പുറം, ആലക്കോട്, വെള്ളിയാമറ്റം ഇങ്ങനെ പഞ്ചായത്തുകൾ ആണ് ഈ സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പരിധിയിൽ വരുന്ന ഭൂപ്രദേശങ്ങൾ. ഇതിനൊപ്പം വില്ലേജ് അടിസ്ഥാനത്തിലാണെങ്കിൽ നെയ്ശ്ശേരി വില്ലേജ് കൂടി ഉൾപ്പെടെ 6 വില്ലേജിന്റെ പരിധിയാണ് ഈ സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പ്രവർത്തന മേഖല. ആയതുകൊണ്ട് കരിമണ്ണൂര് എന്ന് പറയുന്ന ഭൂപ്രദേശം ഈ വില്ലേജുകൾക്കെല്ലാം ഏകദേശം മധ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു കാലഘട്ടത്തിൽ കരിമണ്ണൂര് ഒരു അസംബ്ലി മണ്ഡലം ആയിരുന്നു. ഈ കരിമണ്ണൂരിലാണ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ സബ് ഡിവിഷൻ ഓഫീസ്, സബ് ട്രഷറി, അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ്, പൊതുമരാമത്ത് നിരത്ത് വിഭാഗത്തിന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസ് അടക്കമുള്ള ആ കരിമണ്ണൂർ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ആയി ബന്ധപ്പെട്ടുള്ള ഭൂമി പ്രത്യേകതകൾ കൊണ്ട് കരിമണ്ണൂരിലാണ് ഈ മേൽപ്പടി ഓഫീസുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ആയതുകൊണ്ട് ഈ ഓഫീസും കരിമണ്ണൂരിൽ എത്തപ്പെടണം എന്നുള്ളതാണ് ആ പ്രദേശത്തെ വാസികൾ, ഒപ്പം തന്നെ മറ്റിതര മേഖലകളിലുള്ള ആളുകളുടെയും സഞ്ചാരത്തിന്റെ ഒരു ആവശ്യകതയും അതിന്റെ ഒരു എളുപ്പവും കണക്ക് കൂട്ടിയാൽ ആവശ്യപ്പെടുന്നത്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വിവിധ സംഘടനകൾ, വിവിധ ഓർഗനൈസേഷൻസ് ഭരണ അധികാരികളുടെ മുമ്പിൽ ഇന്ന് വരെ നിരവധി നിവേദനങ്ങൾ നൽകിയതായിട്ടാണ് അറിയുവാനും കേൾക്കുവാനും കഴിഞ്ഞിട്ടുള്ളത്. കാരിക്കോട് പ്രവർത്തിക്കുന്ന സബ് രജിസ്ട്രാർ ഓഫീസ് അവിടെ നിന്ന് മാറ്റുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നതായി അറിയുന്നു. ഈ സബ് രജിസ്ട്രാർ ഓഫീസിന് കീഴിൽ വരുന്നത് ഉടുമ്പന്നൂർ, കരിമണ്ണൂർ, കോടിക്കുളം, വണ്ണപ്പുറം തുടങ്ങിയ പ്രദേശങ്ങളാണ്. അവിടെ നിന്ന് മാറ്റുകയാണെങ്കിൽ ഇത് വീണ്ടും സ്ഥാപിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം കരിമണ്ണൂരാണ്. യാത്രാ സൗകര്യങ്ങളുണ്ട്, എല്ലാവർക്കും കൂടെ എത്തിച്ചേരാനുള്ള സൗകര്യങ്ങളെല്ലാം കരിമണ്ണൂരുണ്ട്. അതുകൊണ്ട് കാരിക്കോട് നിന്ന് മാറ്റുകയാണെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അത് കരിമണ്ണൂർ പ്രദേശത്ത് സ്ഥാപിക്കുവാനുള്ള നടപടികൾ അധികാരികൾ എടുക്കണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ആവശ്യം ന്യായമാണ്. അതിനൊപ്പം തന്നെ തൊടുപുഴ പുളിമൂട് ജംഗ്ഷൻ മുതൽ ചീനിക്കുഴി വരെ ഉള്ള ഏറ്റവും അധികം ആളുകൾ സഞ്ചരിക്കുന്ന റോഡാണ് തൊടുപുഴ ചീനിക്കുഴി KSTP റോഡ്. ഈ റോഡിലെ വശങ്ങളിലോ കരിമണ്ണൂർ പ്രദേശത്തോ ഇത്തരത്തിൽ ഒരു സ്ഥാപനം മാറ്റിപ്പെട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റ് ആളുകൾക്കെല്ലാം പ്രയോജനകരമായിരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഇതുമായി ബന്ധപ്പെട്ടിട്ട് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ഉള്ള പരിച്ഛേദങ്ങളായിട്ടുള്ള ആളുകൾ അവരുടെ പ്രതികരണങ്ങളും അവരുടെ ഈ ആവശ്യത്തിന്മേലുള്ള നിലപാടും അതിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ തൊടുപുഴയിൽ നിലവിൽ ഉള്ള സബ് രജിസ്ട്രാർ ഓഫീസ് ചില ശക്തികളുടെ പിന്തുണയോടുകൂടി ആലക്കോട് പ്രദേശങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കുവാനുള്ള ഒരു ഗൂഢനീക്കം നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പല പഞ്ചായത്തുകളുടെ നടുക്ക് കിടക്കുന്ന സ്ഥലം എന്ന രീതിയിൽ കരിമണ്ണൂർ പഞ്ചായത്തിൽ ഈ സബ് രജിസ്ട്രാർ ഓഫീസ് വരുന്നത് തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ സബ് രജിസ്ട്രാർ ഓഫീസ് ഈ കരിമണ്ണൂർ പഞ്ചായത്തിൽ നിലനിർത്തുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് കരിമണ്ണൂർ മർച്ചൻ്റ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നത്. കരിമണ്ണൂർ പഞ്ചായത്തിലേക്ക് കാരിക്കോട് പ്രവർത്തിക്കുന്ന സബ് രജിസ്ട്രാർ ഓഫീസ് മാറ്റണമെന്ന് നാട്ടുകാരുടെ ആവശ്യമാണ്. കരിമണ്ണൂർ പഞ്ചായത്തിലേക്ക് ഈ സബ് രജിസ്ട്രാർ ഓഫീസ് മാറ്റണമെന്ന ഉള്ള ആവശ്യം ശക്തമാവുകയാണ്. തൊടുപുഴ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സബ് രജിസ്ട്രാർ ഓഫീസ് അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം കരിമണ്ണൂർ പഞ്ചായത്താണ്. കോടിക്കുളം, വണ്ണപ്പുറം, ഉടുമ്പന്നൂർ, കരിമണ്ണൂർ നിവാസികൾക്ക് ഏറ്റവും ബന്ധപ്പെടുവാൻ സൗകര്യപ്രദമായ സ്ഥലം കരിമണ്ണൂർ പഞ്ചായത്താണ്. അപ്പോൾ പഞ്ചായത്തിന്റെ വക കെട്ടിടവും ഇവിടെ ഫ്രീ ആയിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഈ ഓഫീസ് പ്രവർത്തിക്കാൻ കരിമണ്ണൂർ പഞ്ചായത്ത് തന്നെയാണ്.